മുഹമ്മദ് ഗോപാലകൃഷ്ണനാണ്. ഞാൻ എറണാകുളം എടപ്പള്ളിയിലാണ് താമസിക്കുന്നത്. ഞാൻ ആർട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സ്കൂളിൽ. ഞാൻ കലാരംഗത്ത് 10-20 വർഷമായിട്ട് ഇങ്ങനെ പെയിൻറ്റിങ്ങും ശില്പകലയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പരിഷത്തിൻ്റെ ആൾക്കാരെല്ലാം തന്നെ എൻ്റെ സുഹൃത്തുക്കളാണ്. ആ നിലയ്ക്കാണ് ഞാൻ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. എൻ്റെ പേര് ജ്യോതി. ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. ട്രിവാൻഡ്രം ചിത്രകലാ പരിഷത്തിലെ ലൈഫ് മെമ്പറാണ് ഞാൻ. അവിടെ 2 ഡേ മഴയ ക്യാമ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ആലപ്പുഴ എത്തിയിരിക്കുന്നത്. വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നത്. എൻ്റെ പേര് സിന്ധു വി ചന്ദ്രൻ. തിരുവനന്തപുരം ജില്ലയിലെ ചിത്രകലാ പരിഷത്തിൻ്റെ ട്രഷററാണ്, ലൈഫ് മെമ്പറാണ്. കഴിഞ്ഞ 2ാമത്തെ വർഷമാണ് ഞാനിവിടെ മഴയെ ക്യാമ്പുമായി വന്നിട്ടുള്ളത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ് നമുക്കിവിടെ നിന്ന് കിട്ടുക. കഴിഞ്ഞ വർഷം തൃശ്ശൂർ പീച്ചിയിൽ വെച്ച് നടന്ന ക്യാമ്പിൽ പങ്കെടുത്തു. അവിടെ നിന്ന് കിട്ടിയ നല്ല അനുഭവങ്ങളാണ് വീണ്ടും ഈ ക്യാമ്പിൽ എത്തിച്ചേരാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഏതായാലും ചിത്രകലാ പരിഷത്തിൻ്റെ സംസ്ഥാന ഭാരവാഹികൾക്കും ഞങ്ങളുടെ വലിയൊരു നന്ദി അറിയിക്കുകയാണ് ഈ ഒരു പ്രോഗ്രാമിൽ കൂടെ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നതിന്. താങ്ക് യു. അല്ലുമോൾ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ അവൾക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ KCPയുടെ ഇപ്പം ലൈഫ് മെമ്പറാണ് അവൾ. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നാളും പങ്കെടുത്ത അതിനേക്കാൾ കൂടിയൊരു സംഘാടന മികവ് കൊണ്ടും അതുപോലെ ഒരുപാട് ചിത്രകാരന്മാരെ പരിചയപ്പെടാനും അങ്ങനെയുള്ളൊരു നല്ല അനുഭവം ഈ ചിത്രകലാ ക്യാമ്പിൽ നിന്നും നമുക്ക് കിട്ടി. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. എൻ്റെ പേര് രതീഷ് ശിവഗംഗ. തിരുവനന്തപുരം ജില്ലാ KCPയുടെ മെമ്പറാണ്. എൻ്റെ 2ാമത്തെ മഴയ ക്യാമ്പാണിത്. ഇത് സംഘടന മികവ് കൊണ്ടും നല്ലൊരു അന്തരീക്ഷം കൊണ്ടും
ഒരു നല്ലൊരു ക്യാമ്പാണ്. ഇനിയും അടുത്ത ക്യാമ്പിനും ഇതുപോലെ പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഞാൻ ചെയ്യുന്നത് ഒരു മതവിഷയമായിട്ടുള്ള ഒരു ഇതാണ്. മതങ്ങൾ മനുഷ്യനെ എങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളൊരു വിഷയത്തെയാണ് ഞാനിവിടെ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആർട്ടിസ്റ്റ് അങ്കിൾ ഇവിടെ ഈ മഹാചിത്രമേളയിൽ പങ്കെടുക്കുന്നു. ആർത്തവത്തിൻ്റെ ചിത്രം വരയ്ക്കുന്നു. എം പ്രേംനാഥ്, കണ്ണൂർ ജില്ലയിലെ പാട്യം സ്വദേശം. ചിത്രകലാ പരിഷത്തിൻ്റെ ആജീവനാന്ത മെമ്പറാണ്. പരിഷത്തിൻ്റെയും അക്കാഡമിയുടെയും പല ക്യാമ്പുകളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഈ ക്യാമ്പ് വളരെ വ്യത്യസ്തമായൊരു ക്യാമ്പാണ്. പരിഷത്തിൻ്റെ 300-ൽ പരം ചിത്രകാരന്മാരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ്റെ പേര് രേഖ. ഞാൻ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുവാണ്. KCP ജോയിൻ ചെയ്ത് റീസെൻ്റായിട്ടാണ് ജോയിൻ ചെയ്തത്. ഞാൻ സ്കൂളിൽ ആർട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. കൊല്ലത്ത് KPM മോഡൽ സ്കൂളിലെ ടീച്ചറാണ്. അതുകൂടാതെ ഫെവിക്കിൾ സ്പെഷ്യലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫെവിക്കിൾ ഹോബി ഐഡിയാസിൽ ഒരുപാട് വർഷമായിട്ട് ഒരു ടീച്ചറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ചിത്രകല ചെയ്യാനായിട്ട് താല്പര്യമാണ്. എൻ്റെ പേര് ബിജു എന്നാണ്. വീട് ഇവിടെ തന്നെ ആലപ്പുഴയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. തമ്പൂച്ചോടാണ് എൻ്റെ വീട്. പിന്നെ ഞാൻ ഇതിൽ പുതിയ മെമ്പറാണ്. എനിക്ക് ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ട്. ഇത്രയും ആർട്ടിസ്റ്റുമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത് വലിയ രീതിയിലാണ് നടക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്തത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നല്ല രീതിയിൽ പോകണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്.
പ്രമോദ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി സ്വദേശിയാണ്. ചിത്രകലാ പരിഷത്തിൽ ഒരുപാട് കാലത്ത് മെമ്പർഷിപ്പുള്ള വ്യക്തിയാണ്. ആർട്ടിസ്റ്റ് എന്ന നിലയിൽ മിക്കവാറും എല്ലാ ക്യാമ്പുകളിലും പങ്കെടുക്കാറുണ്ട്. ഇപ്പോഴിപ്പോൾ സംസ്ഥാന തലത്തിൽ നമ്മളെ 3ാമത്തെ ക്യാമ്പാണിത്. ആദ്യം നടന്നത് എറണാകുളത്തും, രണ്ടാമത് നടന്നത് തൃശ്ശൂർ ജില്ലയിൽ പീച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നടന്നത്. ഇപ്പോൾ 3ാമത്തെ ക്യാമ്പാണ് സംസ്ഥാന തലത്തിൽ നമ്മൾ ഈ ആലപ്പുഴയിൽ വെച്ച് നടക്കുന്നത്. ഇതിൽ 325 കലാകാരന്മാർ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നു എന്നതുള്ളത് തന്നെ ഈ ക്യാമ്പിൻ്റെ ഒരു മഹത്വരം ശരിക്കും വിളിച്ചോന്ന് തന്നെയാണ്. അതിൻ്റെ കോർഡിനേഷൻ സംസ്ഥാന തലത്തിൽ ഇതിൻ്റെ പ്രസിഡൻ്റ് ആയാലും സെക്രട്ടറി ആയാലും ഈ ഒരു കമ്മിറ്റി എല്ലാ കലാകാരന്മാരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടി അക്ഷീണ പരിശ്രമം നടത്തിയതിൻ്റെ ഒരു പ്രതിഫലം തന്നെയാണ് ഈ ക്യാമ്പിൻ്റെ വിജയം എന്ന് തന്നെ പറയാം. അപ്പോൾ അത്രത്തോളം കലാകാരന്മാരെ അവരുടെ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള വർക്ക് എന്ന് പറയുന്നത് 300-ലധികം കലാകാരന്മാരുണ്ടെങ്കിൽ ആ 300 വ്യത്യസ്ത കൈകളാണ്. എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ടോണുകളായിരിക്കും ഓരോ വർക്കിനും. അവർ എന്ന് പറഞ്ഞാൽ ഒന്നും ഒരു സാമ്യത ഉണ്ടാവില്ല. അവർ പഠിച്ച രീതിയും അവർ വർക്ക് ചെയ്ത എക്സ്പീരിയൻസും വെച്ചിട്ട് ഓരോ കലാകാരന്മാരും ചെയ്യുന്ന വർക്ക് വ്യത്യസ്ത തലങ്ങളില്ല. അതായത് ഇപ്പോൾ ഒന്നിച്ച് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചക്കാരിൽ അത് ശരിക്ക് ആ അനുഭവം ഫീൽ ചെയ്യും. അപ്പോൾ അതാണ് ഈ ഒരു ക്യാമ്പിൻ്റെ നേട്ടം എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് വ്യത്യസ്ത കലാകേന്ദ്രങ്ങളിൽ നിന്ന് ഈ ഇതിൻ്റെ ഒരു നൈപുണ്യം നേടിക്കൊണ്ട് വരുന്ന വ്യത്യസ്ത കലാകാരന്മാർ അത് നമുക്ക് കാണികളിൽ അത് ശരിക്കും ഫീൽ ചെയ്യുന്ന വിധത്തിലൊരു ക്യാമ്പായി ഇത് മാറിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ വിജയം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്യാമ്പിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.
നമസ്തേ, എൻ്റെ പേര് ബിജു. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഇവിടെ 14 പേര് വന്നിട്ടുണ്ട്. ഞാനിത് എൻ്റെ ആദ്യത്തെ ക്യാമ്പാണ്. എനിക്കിപ്പോൾ 51 വയസ്സായി. എന്നാലും എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്യാമ്പായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതിലൂടെ മാനസികമായിട്ട് ശാരീരികമായിട്ടൊക്കെ നല്ലൊരു ഉന്മേഷം തോന്നുന്നുണ്ട്. നമ്മുടെ ഷാജി സാറ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ ഈ ഒരു ക്യാമ്പിൽ എത്തപ്പെടാനൊക്കെ എനിക്ക് സാധിച്ചത്. വയനാട്ടിലുള്ള അവരുടെ പ്രവർത്തനമൊക്കെ വളരെ ഭംഗിയിലാണ് നടക്കുന്നത്. അതിലൊക്കെ വളരെ സന്തോഷം തോന്നുന്നു. ഇത് നമുക്ക് പലതരത്തിലുള്ള വർക്കുകൾ കാണാനും അതിലൂടെ നമുക്ക് കുറേയും കൂടെ ഒക്കെ എന്ത് ചെയ്യുക, മാനസികമായിട്ടൊക്കെ വർക്ക് ചെയ്യാനൊക്കെ ഒരു സഹായകരമാകുന്ന ഒരു തരത്തിലുള്ള ക്യാമ്പുകളാണ് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത്. വളരെ നന്ദിയുണ്ട്. ഞാൻ പ്രീതി വിശാൽ, വൈക്കത്ത് നിന്ന് വരുന്നു. ഹൗസ് വൈഫാണ്. പരിഷത്തിനോട് 3-4 മാസമായുള്ളൂ ചേർന്നിട്ട്. അല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ക്യാമ്പിൽ പങ്കെടുക്കുന്നത്.